സംരക്ഷിച്ച് നിർത്തുക, അതിന് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുക, അതൊരു മൈക്രോ എന്റർപ്രൈസസ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജനകൽസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഉദ്ഘാടന കർമ്മത്തിൽ നിൽക്കുന്നതല്ല, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ജനകൽസ കൊണ്ടാടാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മുരളി പയ്യങ്ങാനം അവറുകളാണ്. ശ്രീ മുരളി പയ്യങ്ങാനത്തെ ഞാൻ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനം ആഗസ്റ്റ് മാസം 8-9 തീയതികളിൽ ആനിമേറ്റർമാരുടെ സംഗമത്തോടൊപ്പം തന്നെ പട്ടികവർഗ സമൂഹത്തിന്റെ കലാസാംസ്കാരിക പൈതൃകം വിളിച്ചുകൊണ്ടുന്ന തരത്തിലേക്കുള്ള ജനകൽസ എന്ന പരിപാടിയുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 36 വിഭാഗങ്ങളിൽപ്പെട്ട ഗോത്ര വിഭാഗക്കാർ താമസിച്ചു വരുന്നുണ്ടെന്നാണ് കണക്ക്. ഓരോ വിഭാഗക്കാർക്കും അവരുടേതായ തനത് സംഗീത നൃത്ത കലാരൂപങ്ങളും ആചാരാനുഷ്ഠാന കലകളും ഉണ്ട്. ഈ കലാരൂപങ്ങളിൽ അവരുടെ സമഗ്രമായിട്ടുള്ള ജീവിത രീതികളും സംസ്കാരവും കൃഷി രീതികളും നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ അവരുടെ തനത് ജീവിതത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും കൃഷിയിൽ നിന്നുമെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. പല സാഹചര്യങ്ങളിലും ഈ തനത് കലാരൂപങ്ങൾ മൺമറഞ്ഞു പോവുകയും വരും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്യണം. ഓരോ വിഭാഗത്തിന്റെയും കലാരൂപങ്ങളെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി കൃത്യമായി പഠിക്കാനും പരിശീലിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാനുമുള്ള പദ്ധതികൾ പ്രധാനപ്പെട്ടതാണ്. അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ജനകൽസ എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പോപ്പുലർ അക്കാദമി, നാടക അക്കാദമി, പട്ടികവർഗ വികസന വകുപ്പ്, ഭാരത് ഭവൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കിർക്കാസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കുടുംബശ്രീ ജനകൽസ സംഘടിപ്പിക്കുന്നത്. തദ്ദേശീയ ദിനാഘോഷത്തിലും ആനിമേറ്റർമാരുടെയും റിച്ച് കോഴ്സ് സെന്റർമാരുടെയും സംഗമത്തിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഈ തദ്ദേശീയ ദിനാഘോഷം വേറിട്ട അനുഭവമായി മാറിത്തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. സംഘടിത ശക്തിയായിട്ടുള്ള വനിതാ കൂട്ടായ്മയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ തദ്ദേശീയ കലാരൂപങ്ങളുടെ ഈ ഒരു ചേർത്തുപിടിക്കൽ, ഒരു പക്ഷേ നമുക്ക് അവയൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് സംസ്ഥാന മിഷൻ ഏറ്റെടുക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ പിന്തുണയും കാസർഗോഡ് ജില്ലാ മിഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തദ്ദേശീയ ജനതയുടെ തനത് കലാരൂപങ്ങൾ ഒരു സംരംഭക മാതൃകയിലാക്കി കൊണ്ടുവരുന്നതിനാവശ്യമായ ഇടപെടലാണ് കുടുംബശ്രീ മിഷൻ നടത്തുന്നത്. നമുക്കറിയാം, ഓരോ ജില്ലകളിലും വിവിധ കലാരൂപങ്ങളാണ് ഇവിടെ അവരുടെ ഗോത്രകലയായി നിലനിൽക്കുന്നത്. ആ കലകളെല്ലാം സംയോജിപ്പിച്ചു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അവരുടെ തെളിയിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിക്കുകയാണ്. ഇന്നും നാളെയുമായി ഈ വേദിയിൽ നടക്കുന്ന പട്ടികവർഗ അനിമേറ്റർ റിച്ച് സെന്റർമാരുടെ മേഖലാ സംഗമവും ജനകൽസ തദ്ദേശീയ കലാരൂപ സംരംഭ പദ്ധതിയുടെയും സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ തുടക്കമെന്നാണ് എല്ലാതരുവികളായി വന്നു വലിയൊരു പുഴയാകാം.